ഹലോ ഗൈസ്, അപ്പോൾ ബർത്ത്ഡേ ഗേൾ ഇതേ രാവിലെ തന്നെ കുളിച്ച് സെറ്റ് സാരിയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് കറികളായിട്ടുള്ള ഒരു കുഞ്ഞു സദ്യയും അതുപോലെ തന്നെ പാലട പായസം ഉണ്ടാക്കി കേട്ടോ. ഉച്ചയ്ക്കായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പായസം കുടിച്ചു, പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അവൾ എണീക്കുന്നതിന് മുന്നേ ഞാൻ വേഗം എണീറ്റ് കേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന വൈകുന്നേരമാണ്. അപ്പോൾ അതിനുള്ളിൽ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാർഡ്സും ബലൂൺസൊക്കെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്, റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. ഓരോ തട്ടിലും മുട്ടിലൊക്കെ കിട്ടപ്പോൾ അവൾക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി. ഞാൻ റെഡി ആക്കിയതിന് ശേഷം അവളെ റെഡി ആക്കിയിട്ട് പിന്നെ നമ്മൾ കണ്ണ് പൊത്തി കണി കാണുന്ന പോലെ കൊണ്ടുവന്ന് സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തു. എന്താ നല്ല നേച്ചുറലായിട്ടുള്ള അഭിനയം. കേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ വേറൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത് അവളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അതിലൊരു ഞെട്ടൽ എന്തായാലും ഉണ്ടായിരുന്നു. അത് ശരിക്കും സിൻസിയറായിട്ട് വന്ന ഞെട്ടലായിരുന്നു കേട്ടോ. കേക്കൊക്കെ മുറിച്ച് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ റിയൽ സർപ്രൈസ് കൊടുത്തു. അപ്പോൾ അവൾ ശരിക്കും ഞെട്ടി കേട്ടോ. ഈ പാക്കിങ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായത് ഫോട്ടോ ഫ്രെയിം എന്തോ സംഭവമാണെന്നുള്ളത് ഏകദേശം കത്തി. അപ്പോൾ അത് വേഗം കണ്ടുപിടിച്ചു. പക്ഷേ ഇത് ഒട്ടും മനസ്സിലായില്ല, ഇത് എന്തായിരിക്കും എന്നുള്ളത് ഒട്ടും കത്തിയില്ല. ഡ്രസ്സാണെന്ന് മനസ്സിലായപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം അവൾ കിട്ടിയിട്ട് നല്ല ഡ്രസ്സിൻ്റെ അവസാനം എനിക്കൊരു ഉമ്മയും കിട്ടി. അപ്പോൾ അത്രേ